ഈ വീഡിയോയിൽ ഫുൾ ആൻഡ് ഫുൾ മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റ് ആണ്. അതിൽ അമേരിക്കയുടെ കുറച്ച് വിഷയങ്ങൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നെതന്യാഹു ഇസ്രായേലിൽ മടങ്ങി എത്തിയിട്ടുണ്ട്. എത്തിയ ഉടനെ തന്നെ മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. നെസറ്റിൽ മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻ്റലിജൻസ് മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. IDF ഉൾപ്പെടെയുള്ള ഇയാൽ സാമിർ, അതേപോലെ തന്നെ ഇസ്രായേൽ ഗട്ട്സ്, ഇവരെല്ലാവരും കൂടി ചേർന്ന് തന്നെയാണ് മീറ്റിംഗ് നടത്തിയത്. മീറ്റിങ്ങിൽ പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ യമനിലേക്ക്, അതായത് ഹൂത്തികളുടെ മേളിൽ ഏത് നിമിഷവും ആക്രമണം തുടങ്ങിയേക്കാം എന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങളുടെ മുന്നോട്ട് പോക്ക്. അതായത് റെഡ് സീയിലുള്ള മാരിടൈം ട്രാൻസ്ഷിപ്മെൻറ്റ് റൂട്ട് അത് വളരെ പക്കായിരിക്കണം, അതിൽ യാതൊരു മാറ്റം വരുത്താൻ പാടില്ല. അപ്പോൾ അതിന് ഒരു ത്രെട്ടായിട്ട് ഹൂത്തികൾ വരുന്ന സ്ഥിതിക്ക് ഇതിനു മുമ്പ് എത്രത്തോളം മിസൈലുകൾ ഇസ്രായേലിന് മേളിൽ ഫയർ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ മാക്സിമം ഇസ്രായേൽ ഇന്റർസെപ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിലും ഈ കപ്പലൊക്കെ മുക്കിക്കളയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ പ്രവൃത്തി ഇനി ഏത് നിമിഷവും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനി ഏത് നേരത്തും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആരുടെയും ഷിപ്പുകളാവാം, അത് ഇസ്രായേലിലേക്ക് പോകുന്ന ഷിപ്മെന്റ് മാത്രമല്ല, അറബ് മേഖലയിൽ നിന്ന് പോകുന്ന ഷിപ്പുകളും കൂടി ആവാം. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇത് സംഭവിക്കാം. ഇസ്രായേലിലോട്ട് പോകുന്നതോ ഇസ്രായേലിന്റെ പോർട്ടിൽ വൺ ടൈം ഡോക്ക് ചെയ്ത വെസലോ കൂടി ആവാം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വ്യാപാര ബന്ധത്തിനെ തന്നെ, അതുപോലെ തന്നെ രാജ്യത്തിന്റെ എക്കണോമിയെ തന്നെ പിടിച്ചുലുക്കുന്ന രീതിയിലുള്ള പ്രശ്നമാണ് ഹൂത്തികളുടെ പ്രശ്നം. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിന് അമേരിക്കയ്ക്ക് വിരോധമൊന്നുമില്ല. അടിക്കുന്നെങ്കിൽ എത്ര വേണമെങ്കിലും അടിച്ചു എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ സൗദി അറേബ്യ ആയാലും ശരി, മറ്റുള്ള അറബ് രാജ്യങ്ങളായാലും ശരി തന്നെ ഹൂത്തികളെ ആ രീതിയിൽ തന്നെയാണ് കാണുന്നത്. അതിലിപ്പോൾ പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഇറാന് മാത്രമാണ്. കാരണം ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോക്സികളിൽ ഒന്നാണ് ഹൂത്തികൾ. അവരാണ് ഇപ്പം നിലവിൽ ഇറാന്റെ പേര് പറയുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ബാക്കിയുള്ള ഇറാന്റെ പ്രോക്സികളെല്ലാം തന്നെ തലയും കുത്തി വീണ് കഴിഞ്ഞതാണ്. അപ്പോൾ അതൊരു സൈഡിലിരിക്കെ തന്നെ ഈ ബൈത്ത് ഖാനുവിൻ്റെ ഭാഗത്താണ് ശരിക്കും അവിടെ 5 IDF ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയത്. അപ്പോൾ അവിടെ ഹമാസിന്റെ തീവ്രവാദികൾ തമ്പടിച്ചിരിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജ് വളരെ ക്ലിയർ ആണ്, വളരെ വ്യക്തമാണ്. അപ്പോൾ അവിടെ നിന്ന് അവർക്ക് ഈ വെടിമരുന്നുകൾ കുത്തി നിറയ്ക്കാനും ഇതേപോലെ ഹെവി ആയിട്ട് ടാങ്കുകളെ വരെ അട്ടിമറിക്കത്തക്ക രീതിയിലുള്ള ബോംബുകൾ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ ആ ഭാഗത്ത് നല്ല രീതിയിൽ തമ്പടിച്ചിട്ടുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഇസ്രായേലിന് വളരെ വ്യക്തമായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയതിനെ തുടർന്ന് ബെയ്ത്ത് ഖാനൂന്റെ 2-3 ഫൂട്ടേജസ് ഞാൻ ഇവിടെ വെക്കാം. ബെയ്ത്ത് ഖാനൂൻ ഇനി ഇല്ല. കാരണം ബെയ്ത്ത് ഖാനൂന്റെ അകത്തുള്ള കിലോമീറ്റർ കണക്കിലുള്ള തുരങ്കങ്ങൾ കംപ്ലീറ്റ് ഇസ്രായേൽ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ചെയിൻ ഓഫ് പൊട്ടിത്തെറികൾ, അതായത് തുടരെ പൊട്ടുകയാണ്. ആ രീതിയിലാണ് ആ ഒരു ഇൻസിഡന്റിന്റെ ഏരിയൽ ഷോട്ട് ഉണ്ട്, അതുപോലെ തന്നെ അതിന്റെ പാരലൽ വ്യൂ ആയിട്ടുള്ള ഷോട്ട് ഉണ്ട്. ഈ ഷോട്ടുകൾ ഞാനിവിടെ വെക്കാം, അത് നിങ്ങളൊന്ന് കണ്ടുപോയിക്കോളൂ. ആ രീതിയിലുള്ള ആക്രമണം, അതായത് ശരിക്കും പറഞ്ഞാൽ ഗാസയിൽ ഇനി ഒന്നും അവിടെ എടുക്കാനില്ല. ആ രീതിയിലാണ് അറ്റാക്കുകൾ നടക്കുന്നത്. ഈ ഒരു ടണലിന്റെ ഉള്ളിൽ ഇനി എത്ര പേർ ഉണ്ടായിരുന്നു, ഏത് രീതിയിലാണ് ആക്രമണം നടന്നത്, ഇനി ആ ടണലിന്റെ ഉള്ളിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നുള്ളതൊക്കെ ഡൗട്ട്ഫുൾ ആണ്. ആ രീതിയിലുള്ള ആക്രമണങ്ങളാണ്. അതായത് ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഗാസയ്ക്കുള്ളിൽ ഈ ബെയ്ത്ത് ഖാനൂനിൽ നടക്കുന്ന ആക്രമണങ്ങൾ കാണാൻ പറ്റുമായിരുന്നു. ആ രീതിയിലായിരുന്നു അറ്റാക്ക്. അത്ര വിസിബിൾ ആയിരുന്നു. പകൽ നേരത്തായിരുന്നു അറ്റാക്ക് നടത്തിയത്. വിസിബിൾ ആയിട്ട് നടത്തിയ ഒരു അറ്റാക്കാണ്, മാസീവ് ആയിട്ടുള്ള അറ്റാക്കാണ്. ഇതൊക്കെ 1-2 റോക്കറ്റ് വിട്ട് കളിക്കുന്ന ഹമാസിനെ കൊണ്ടൊന്നും ഇങ്ങനെ നടത്താൻ പറ്റത്തില്ല. ഇതിനെ തന്നെയാണ് നമ്മൾ പറയുന്നത് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ട്രെയിൻഡ് ആർമിയാണ് IDF. അല്ലാതെ ഒരു രാജ്യത്തിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് IDF. അല്ലാതെ ഒളിച്ചും പാത്തും മാളത്തിനുള്ളിൽ ഒളിച്ചിരുന്നും റോക്കറ്റ് വിട്ടുകൊണ്ടല്ല തീവ്രവാദ പ്രവർത്തനമല്ല അവിടെ നടക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. തീവ്രവാദികൾ നയിക്കുന്ന യുദ്ധത്തിനും അതേപോലെ തന്നെ ഒരു ട്രെയിൻഡ് ആർമി നയിക്കുന്ന യുദ്ധത്തിനും വ്യത്യാസമുണ്ട്. ആ രീതിയിലാണ് ഇസ്രായേൽ തകർത്ത് പിറക്കി അടിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സ്പയർ ഫ്ലൈ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ സ്പയർ ഫ്ലൈ എന്ന് പറഞ്ഞാൽ ഇതൊരു ഡ്രോൺ ടെക്നോളജി തന്നെയാണ്. റഫേൽ എന്ന് പറഞ്ഞ ഇസ്രായേലിന്റെ ആ ഒരു ഡിഫൻസ് കമ്പനിയിൽ രൂപപ്പെടുത്തിയെടുത്താണ് ഈ ഒരു ടെക്നോളജി. ആ ടെക്നോളജി വെച്ചിട്ട് നടത്തുന്ന ഒരു അറ്റാക്കാണ് ഞാനിവിടെ, ആ ഒരു ക്ലിപ്പാണ് ഇവിടെ പിൻ ചെയ്തിരിക്കുന്നത്. ആ ക്ലിപ്പിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഹമാസിന്റെ ഒരു തീവ്രവാദി ഓടി ഒളിക്കാൻ നേരത്ത് അവൻ എവിടെയാണോ ഒളിക്കുന്നത് കൃത്യമായിട്ട് അതിനെ ടാർഗറ്റ് ചെയ്ത് അവനെ ഫോളോ ചെയ്ത് അതിന്റെ ഉള്ളിൽ ആ റൂമിലേക്ക് കയറിപ്പോയി പൊട്ടിത്തെറിക്കുകയാണ്. അതാണ് ഈ ഫയർ ഫ്ലൈ എന്ന് പറഞ്ഞ ഈ ഒരു ടെക്നോളജി വെച്ച് ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു മൈക്രോ ഡ്രോൺ എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ് ടാർഗറ്റഡ് പ്രിസൈസ് അറ്റാക്ക് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അർബൻ വാർഫെയറിൽ വളരെ ഉചിതമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വെപ്പണായിട്ടാണ് ഇസ്രായേൽ ഇതിനെ കരുതുന്നത്. ഇതൊക്കെ ഗാസയ്ക്കുള്ളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വെളിയിൽ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇസ്രായേൽ IDF അവിടെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, തെരഞ്ഞു പിടിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ബൈത്ത് ഖാനൂൻ എന്ന് പറഞ്ഞ ഈ സ്ഥലമൊക്കെ ഒഴിവാക്കിയിട്ടിരിക്കുകയാണ്. ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പൊതുജനങ്ങളായിട്ട് കരുതപ്പെടുന്ന സിവിലിയൻസ് ആയിട്ട് സ്വയം കരുതുന്ന ആൾക്കാർ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയിട്ട് ഏതെങ്കിലും ടെന്റിൽ താമസിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്ഥലങ്ങളൊക്കെ ഒഴിഞ്ഞു പോകാൻ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പേ പ്രയർ നോട്ടിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞു. പിന്നെ എന്നിട്ടും ഇവിടെ ഈ മാളത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഈ ഹമാസ് തീവ്രവാദികളല്ലാണ്ട് ഈ പരിസരത്ത് വേറെ ആൾക്കാരില്ല. ഇങ്ങനെ ഒറ്റപ്പെട്ട ഹമാസ് തീവ്രവാദികൾ ഈ പൊളിഞ്ഞു കിടക്കുന്ന ബിൽഡിങ്ങിനുള്ളിൽ 1-2 സ്ഥലങ്ങളിൽ ഇങ്ങനെ തമ്പടിച്ച് ഇങ്ങനെ കൂടി ഇരിക്കുകയാണ്.
ഏതെങ്കിലും സാഹചര്യത്തിൽ IDF-ന്റെ ഉദ്യോഗസ്ഥരോ ഇസ്രായേലിന്റെ ടാങ്കോ ഇതിലെ പാസ് ചെയ്ത് പോകുന്നെങ്കിൽ ഒറ്റപ്പെട്ട രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തി 1ഉം 2ഉം ഇങ്ങനെ പേര് പറയത്തക്ക രീതിയിലുള്ള കാഷ്വാലിറ്റീസ് ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് പതിയിരിക്കുന്ന ആൾക്കാരെയാണ് ടാർഗറ്റ് ചെയ്ത് ഇതേപോലെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നത്. ഇതൊന്നും സിവിലിയൻസ് അല്ല, ഈ ഓടിക്കയറുന്നൊന്നും സിവിലിയൻസ് അല്ല. അതാദ്യം മനസ്സിലാക്കണം. കാരണം ഇവിടെ ഹമാസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സിവിൽ ഡ്രസ്സിലാണ് മൊത്തത്തിൽ ഉള്ളത്, അത് മനസ്സിലാക്കിക്കോണം. സൂസൈഡ് കിറ്റാണ് അവർ പൊതുവെ അവരുടെ യൂണിഫോം ആയിട്ട് ധരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ പൊതുവിൽ സീസ് ഫയർ ഒക്കെ കൊടുത്ത് ഹമാസിന് വളരെ ഫ്രീ ആയിട്ട് പുറത്തിറങ്ങാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രൗഡിന് വേണ്ടിയിട്ട് ഗാസയിലെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹമാസിന്റെ അംഗമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അതൊരു പ്രൗഡായിട്ട് ആ യൂണിഫോം ധരിച്ചുകൊണ്ട് നടക്കുന്നതാണ്. മനസ്സിലായോ? അല്ലാതെ അതിനകത്ത് വേറെ ഒന്നുമില്ല. പിന്നെ ഇങ്ങനെ ഇസ്രായേൽ തിരിച്ച് അറ്റാക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ഊരി വെച്ചിട്ട് എവിടെയെങ്കിലൊക്കെ ഈ തുണിയൊക്കെ കവറിലിട്ട് ചുറ്റി ഏതെങ്കിലും ഒരു മൂലയ്ക്ക് അടിയിൽ പതുക്കി വെച്ചിരിക്കും ഈ സൂസൈഡ് സൂട്ടൊക്കെ. പിന്നീട് പതിയെ ഈ സൂട്ടൊക്കെ എടുത്ത് ധരിക്കും. അതായത് IDF മടങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ സൂട്ടൊക്കെ എടുത്തിടും. അതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടി. അപ്പോൾ ബെയ്ത്ത് ഹാനൂൻ മൊത്തത്തിൽ വൈപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റ കാരണമേ ഉള്ളൂ, 5 IDF ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയത് ബെയ്ത്ത് ഹാനൂനിൽ വെച്ചിട്ടാണ് 4 ദിവസങ്ങൾക്ക് മുമ്പ്. അതിന്റെ പകരം വീട്ടലാണ് ഇപ്പം IDF ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൂത്തികളുടെ മേളിൽ ഇന്ന് രാത്രിയോ ശനിയാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള ആ നൈറ്റിലോ അല്ലെങ്കിൽ ഞായറാഴ്ച ടു തിങ്കളാഴ്ചയുള്ള ആ നൈറ്റിലോ താറുമാറായിട്ട് ആക്രമണം നടത്താനുള്ള പ്രിപ്പറേഷനിലാണ് IDF. അതുപോലെ തന്നെ ഹെസ്ബുള്ളയുടെ ഏറ്റവും ചീഫായിട്ടുള്ള ഒരു കമാൻഡർ, അതായത് IRGCക്ക് കീഴിൽ വരുന്ന ഖുദ്സ് ഫോഴ്സ് എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട മുഹമ്മദ് ഷൊഹൈബ് എന്നാണ് ഇയാളുടെ പേര്. ഈ മുഹമ്മദ് ഷൊഹൈബ് ആയുധക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് ലെബനാന്റെ ഉള്ളിൽ ഹമാസിനെയും ഇറാനെയും ബന്ധിപ്പിക്കുന്ന ആയുധ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് നിയമിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഈ മുഹമ്മദ് ഷൊഹൈബ്. ഈ ഷൊഹൈബിനെ IDF ഇന്ന് വധിച്ചിരിക്കുകയാണ്. അപ്പോൾ ലെബനാന്റെ ഉള്ളിൽ കൃത്യമായിട്ടുള്ള ടാർഗറ്റുകൾ പ്രിസൈസ് ആയിട്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മുഹമ്മദ് ഷൊഹൈബ് എലിമിനേറ്റഡ്. അതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ്. പിന്നെ അത് കഴിഞ്ഞ് ജബാലിയ ഭാഗത്ത് ജബാലിയ കമാൻഡർ എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് ടീമിന്റെ കോർഡിനേറ്റർ ആണ്. അത് എഞ്ചിനീയറിംഗ് ടീമിന്റെ സെല്ലിലെ കോർഡിനേറ്റർ എന്നാണ് പറയപ്പെടുന്നത്. ഈ വ്യക്തിയും കൂടി ഇസ്രായേൽ ഇന്ന് വധിച്ചിട്ടുണ്ട്. ബെയ്ത്ത് ഹാനൂൻ ഭാഗത്ത് നടത്തിയ അറ്റാക്കിലാണ് ഈ കമാൻഡർ കൊല്ലപ്പെട്ടതായിട്ട് IDF തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് സുപ്രധാനമായിട്ടുള്ള 2 കമാൻഡേഴ്സ് ആണ് വധിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഗാസയിൽ ഞാൻ കാണിക്കുന്ന ഒരു മാപ്പിൽ 30% ഇസ്രായേൽ അവകാശപ്പെടുന്നു എന്ന് അൽ ജസീറ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിനെക്കുറിച്ചുള്ള ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല. അൽ ജസീറ പറയുന്നത് അതായത് ഒരു 3200 സ്ക്വയർ ഫീറ്റ് റഫ ബോർഡറിൽ, അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ രീതിയിൽ സ്ക്വയർ ഫീറ്റുകൾ ഇസ്രായേൽ ഒക്കുപ്പൈ ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഗാസയെ ചുറ്റിലും നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലത്തെ കുറച്ച് സ്പേസുകൾ ഇവിടെ ട്രഞ്ച് കുഴിക്കാൻ പോകുന്നതാണ് പറയുന്നത്. ട്രഞ്ച് കുഴിച്ചിട്ട്, അതായത് ഗാസയ്ക്കും ഇസ്രായേലിനും ഇടയിൽ ട്രഞ്ച് ബോർഡർ എങ്കിലും ഈ ട്രഞ്ച് കുഴിച്ചിട്ട് തുരങ്കം ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവരാത്ത രീതിയിലുള്ള തടസ്സം സൃഷ്ടിക്കാനാണ് ഈ ഒരു ട്രഞ്ച് എന്ന് ഇസ്രായേൽ പറയുന്നതായിട്ട് അൽ ജസീറ പറയുന്നത്. അതായത് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഇതിനെക്കുറിച്ചുള്ള വാർത്തകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ഇത് അൽ ജസീറ എന്ന് പറഞ്ഞ മാധ്യമമാണ് ഈ ഒരു രീതിയിലുള്ള വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഏതാണ്ട് നിലവിലുള്ള ഗാസയിൽ നിന്ന് 30% ഇസ്രായേൽ ടോട്ടലി ടേക്ക് ഓവർ ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് ഈ ട്രഞ്ച് കുഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും ഫീറ്റിലാണ് ഈ ട്രഞ്ച്, വലിയ ട്രഞ്ചാണ് അവർ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. പണ്ടൊക്കെ ആന വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചുറ്റിലും കുഴിയെടുത്തിടുമല്ലോ, അതേ പരിപാടി തന്നെ. ആ മെത്തേഡാണ് ഇപ്പം ഇവിടെ അപ്ലൈ ചെയ്യാനിരിക്കുന്നതായിട്ട് അൽ ജസീറ പറയുന്നത്. ഫ്രാൻസും സൗദി അറേബ്യയെക്കാളും ഏറ്റവും കൂടുതൽ താല്പര്യം ഫ്രാൻസിനാണ്. സൗദി അറേബ്യയ്ക്ക് ഒരു കത്ത് അയച്ചിരിക്കുകയാണ്, എത്രയും വേഗം UN വരിക, ഈ ഇസ്രായേൽ പാലസ്തീൻ 2 സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ ജൂലൈ മാസം തന്നെ 2 സ്റ്റേറ്റ് തിയറി അപ്ലൈ ചെയ്തേ പറ്റൂ എന്ന് നിർബന്ധം പിടിക്കുകയാണ് ഇമ്മാനുവൽ മാക്രോണിന് വേറെ പ്രശ്നമൊന്നുമില്ല. അവിടെ ഫ്രാൻസിനുള്ളിൽ ഇലക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇലക്ഷൻ വരുമ്പോഴത്തേക്കും അവിടെയുള്ള ഭൂരിഭാഗം മുസ്ലിംസിന്റെ വോട്ട് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ആ വോട്ട് ബാങ്കിനെ ലക്ഷ്യമാക്കിയിട്ടാണ് ഇമ്മാനുവൽ മാക്രോൺ ഈ കളിയൊക്കെ കളിക്കുന്നത്. ഇത് ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ട്, അത് മാത്രമായിട്ട് നമുക്ക് കരുതാൻ പറ്റുന്നുള്ളൂ. മസൂദ് പെസസ്ക്യാൻ പുടിനുമായിട്ട് നടത്തിയ ചർച്ചയിൽ പുടിൻ ഉപദേശിച്ചിരിക്കുന്നത്, അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ, നിങ്ങൾ യുറേനിയം എൻറിച്ച്മെന്റ് തൽക്കാലം 0 ആക്കൂ. എന്തിനിപ്പോൾ യുറേനിയം എൻറിച്ച്മെന്റിലോട്ട് പോകുന്നത്? ആ പ്രോസസ്സ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യൂ, എന്നാൽ പിന്നെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഉപദേശമാണ് റഷ്യയുടെ സൈഡിൽ നിന്നും ഇറാന് കൊടുക്കപ്പെട്ടതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിലുപരിയായിട്ട് ഇറാന്റെ ഉള്ളിലേക്ക് ഇന്നലെ റഷ്യയിൽ നിന്നും ഒരു കാർഗോ എയർക്രാഫ്റ്റ് വന്ന് ലാൻഡ് ചെയ്തതായിട്ട് പറയപ്പെടുന്നുണ്ട്. റഷ്യയിൽ നിന്നും ആയുധം കൊണ്ട് ഇറാനിലേക്ക് വന്നതാണോ, അല്ലെങ്കിൽ ഇറാനിൽ നിന്നും ഡ്രോണും ആയുധങ്ങളും എടുത്തുകൊണ്ട് റഷ്യയിലേക്ക് പോകാൻ വേണ്ടി വന്നതാണോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമല്ല. പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു ഷിപ്മെന്റ് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഉക്രൈൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഇറാൻ മെയ്ഡ് ഡ്രോൺ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്, ഷാഹിദ് ഡ്രോൺ എന്ന് പറഞ്ഞ ഡ്രോൺ. ഈ കാർഗോ ഫ്ലൈറ്റ് ഒക്കെ അവിടെ നിന്ന് പോയതിനു ശേഷം കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ
ഈ മെഹദാബാദ് എന്ന് പറഞ്ഞ ഈ ഒരു എയർപോർട്ടിന്റെ അടുത്ത് തന്നെ ഒരു ആയുധ ഗുഡൌൺ പൊട്ടിത്തെറിക്കുന്ന രംഗമാണ് കാണാൻ കഴിഞ്ഞത്. ആ പൊട്ടിത്തെറിക്കുന്നതിന്റെ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്. അത് ഇറാനിയൻസ് തന്നെയാണ് ഇതെടുത്ത് പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പം അതായത് എത്ര ശ്രമിച്ചിട്ടും മൊസാദിന്റെ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇറാന്റെ ഉള്ളിൽ തടയാൻ കഴിയുന്നില്ല എന്നുള്ളതിന്റെ പൂർണ്ണമായ തെളിവാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലുപരിയായിട്ട് കഴിഞ്ഞ ആഴ്ച IRGCയുമായിട്ട് ബന്ധപ്പെട്ട മെമ്പേഴ്സ് കൂടിയിരുന്ന ഒരു ബിൽഡിങ്ങിന്റെ, അതായത് ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചുകൊണ്ടിരുന്ന ബിൽഡിങ്ങിന്റെ അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടായി എന്നുള്ള വാർത്ത നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോയും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഇറാനിൽ നിന്ന് വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ആ മീറ്റിംഗിൽ ഉണ്ടായ ആ പൊട്ടിത്തെറിയിൽ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഷെയ്ഖ് റസൂൽ ഷാദുൽ എന്ന് പറഞ്ഞ വ്യക്തിയാണ് കൊല്ലപ്പെട്ടത്. ഇതേപോലെ ടർബൈനൊക്കെ വിയർ ചെയ്ത ആയത്തുള്ള ഖൊമേനിയുടെ വളരെ ക്ലോസ്ഡ് സർക്കിളിലുള്ള ഒരു വ്യക്തിയാണ് വധിക്കപ്പെട്ടത്. അപ്പോൾ ഇതേപോലെ IRGCയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ തുടരെ ഇങ്ങനെ കൊല്ലപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഈ ഒരു പ്രവൃത്തി, അതായത് മൊസാദിന്റെ ഈ ഒരു പ്രവൃത്തി ഇറാന് ഒരിക്കലും തടയാൻ കഴിയാത്ത സാഹചര്യമായിട്ട് മാറിയിരിക്കുകയാണ് ഇറാന്റെ ഉള്ളിൽ. അതുപോലെ തന്നെ നെതന്യാഹു അമേരിക്കയിൽ നിന്നും ഇസ്രായേലിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പായിട്ട് ട്രംപുമായിട്ട് നടത്തിയ ഒരു ലാസ്റ്റ് ചർച്ചയിൽ ഇറാൻ അഥവാ ഇനിയും ന്യൂക്ലിയർ ആയുധം ഇതേപോലത്തെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറഞ്ഞുകൊണ്ട് പുറത്തു വരികയാണെന്നുണ്ടെങ്കിൽ, ഇനി ഏതെങ്കിലും കാരണവശാൽ അവർ ന്യൂക്ലിയർ എൻറിച്ച്മെന്റുമായിട്ട് മുന്നോട്ട് പോകുന്നു എങ്കിൽ, അതായത് ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള പർപ്പസിന് വേണ്ടിയിട്ടുള്ള എൻറിച്ച്മെന്റിൽ മുന്നോട്ട് പോകുന്നു എങ്കിൽ ഇസ്രായേൽ ഫുൾ ആൻഡ് ഫുൾ ആക്രമിക്കും എന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറഞ്ഞതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിന് ട്രംപ് ഒരു രീതിയിലുള്ള മറുപടിയും കൊടുത്തില്ല എന്നും കൂടി പറയുന്നുണ്ട്. ഇത് വാൾ സ്ട്രീറ്റ് ജേർണൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് മറുപടി ഒന്നും കൊടുത്തില്ല. ട്രംപ് ചെയ്യുന്നോ ഓക്കെ എന്നോ നോ എന്നോ പറഞ്ഞിട്ടില്ല. ഒരു മൂളൽ പോലും കൊടുത്തില്ല. വളരെ സൈലന്റ് ആയിട്ട് ഇരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നുവെങ്കിൽ അതിന്റെ ടാർഗറ്റ് ഇസ്രായേലാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇസ്രായേലിന് എന്ത് വേണമെങ്കിലും ചെയ്യാം, അത് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. ഇസ്രായേലിന്റെ സ്റ്റേറ്റിന്റെ മേലുള്ള ത്രെട്ടാണ്. ആ ത്രെട്ട് നീക്കാൻ ആ സ്റ്റേറ്റിന്റെ പ്രൈം മിനിസ്റ്റർ എന്നുള്ള നിലയിൽ എനിക്ക് എന്താണോ ചെയ്യാൻ കഴിയുക അത് ചെയ്യും എന്നാണ് പറഞ്ഞതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് ആര് കേട്ടെന്ന് വെച്ചാൽ വാൾ സ്ട്രീറ്റ് ജേർണലാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.